നമുക്ക് വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളെ ഇതിഹാസ കഥാപാത്രങ്ങളാക്കിയാലുള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാതിരിക്കാനായിട്ട് കഴിയും. ഇതാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും ഇതിനെ പ്ലെയിനായിട്ട് എടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഞാൻ ചിലപ്പോൾ ഈ ഏലിയാവിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയും. എനിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ വലിയ താല്പര്യമുള്ള ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ് ഏലിയാവ്. ഏലിയാവിൻ്റെ ധൈര്യമൊക്കെ ഭയങ്കരമാണ്. ഏലിയാവിൻ്റെ പ്രവേശനം തന്നെ എങ്ങനെയാണ്? തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബിയനായ ഏലിയാവ് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം വായിക്കുമ്പോൾ ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന് ആഹാബിനെതിരായിട്ട് ഒരു സന്ദേശം പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ നാടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വളരെ ധൈര്യത്തോടുകൂടെ ഇറങ്ങി വന്നവനായ ഒരു വ്യക്തിയാണ് ഏലിയാവ്. അപ്പോ ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പൊ എന്നോട് ഇപ്പൊ ദൈവം പറയാണെന്ന് വെച്ചോ, നീ രാഷ്ട്രപതി ഭവനിൽ ചെന്ന് പ്രതിഭാ പാട്ടീലിനോട് അല്ലല്ല മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നീയും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് പറഞ്ഞ് ഇറങ്ങി വരാൻ പറഞ്ഞാൽ, ദൈവം പറഞ്ഞാൽ പോയാലേ പറ്റുള്ളെങ്കിലും 2 വട്ടം ആലോചിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, രാഷ്ട്രപതി ഭവന് ഞാൻ ചുമ്മാ കയറി ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരുമോ? അങ്ങ് ചെല്ലുന്നതിന് മുമ്പേ തന്നെ ഞാൻ മിക്കവാറും അരിപ്പയായിരിക്കും, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയും, ഏലിയാവ് അതൊക്കെ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റും? ഏലിയാവ് ആരാ, ഞാനാരാ? ഏലിയാവിന്റെ ഓരോ സംഭവങ്ങളും നമ്മൾ പഠിക്കുമ്പോഴെല്ലാം അതാണ് നമ്മൾ കാണുന്നത്. കർമ്മേലിന്റെ കൊടുമുടി പ്രാർത്ഥിച്ച് അഗ്നി ഇറക്കിയവനായ ഏലിയാവ്, അഗ്നിമായ രഥങ്ങളിൽ എടുക്കപ്പെട്ടവനായ ഏലിയാവ്, ഇതൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഒരു ഭീമാകാരനായ വ്യക്തിയായിട്ട് ഏലിയാവ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷെ വായിച്ച് പുതിയ നിയമത്തിൽ വരുമ്പോൾ യാക്കോബിന്റെ ലേഖനത്തിൽ പറയാണ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. എന്നുവെച്ചാൽ നമ്മളെപ്പോലെയൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതായത് വേദപുസ്തകം ഓരോ വ്യക്തിയെയും നമുക്ക് പരിചയപ്പെടുത്തുന്നത് കഥ പഠിക്കാൻ വേണ്ടിയല്ല. സൺഡേ സ്കൂളിൽ പിള്ളേർക്ക് രസമുള്ള കുറച്ച് കഥകൾ ഇരിക്കട്ടെന്ന് വെച്ചുകൊണ്ട് ദൈവം എഴുതി കൊടുത്തൊന്നുമല്ല ഈ ചരിത്രം. എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും ചോരയും നീരുമുള്ള സാധാരണക്കാരായ വ്യക്തികൾ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് നിർവഹിച്ചതായ ദൈവിക പ്രവൃത്തികൾ എനിക്കും പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവോടുകൂടെ വേദപുസ്തകപ്രകാരമുള്ള ഒരു ജീവിതം സാധ്യമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കേണ്ടതിനാണ് ദൈവം നമ്മളെ പറഞ്ഞയച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? അത് നമുക്ക് കഴിയണം, നമ്മൾ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. ഹാനോക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഏലിയാവിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ ഇവിടെ ഹാനോക്കും ഏലിയാവും മാത്രമൊന്നും അല്ല. ആരുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്? കർത്താവിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഇച്ചിരി കട്ടിയായ കാര്യമാണ്. ഹാനോക്കിനെ പോലെ ആകാനൊക്കെ പറഞ്ഞാൽ പിന്നെയും വേണ്ടുകയില്ലായിരുന്നു. അല്ലെങ്കിൽ ഏലിയാവിനെ പോലെ ആകാൻ പറഞ്ഞായിരുന്നെങ്കിൽ പിന്നെയും വേണ്ടുകയില്ലായിരുന്നു. പിന്നെ യേശുവിനെ പോലെ, അതും യേശുവിന്റെ പുറമേ ഉള്ള എന്തെങ്കിലും കാര്യങ്ങളൊന്നും അല്ല. എന്ത്? യേശുവിന്റെ അതേ ഭാവം തന്നെ. ആ വാക്കും ശ്രദ്ധിക്കണം. സെയിം മൈൻഡ്, അതേ മനസ്സ് തന്നെ നിങ്ങൾക്കും ഉണ്ടാകുമാറാകട്ടെ, ഉണ്ടായിരിക്കണം. അപ്പൊ അത് വലിയ പ്രയാസമാണെങ്കിലും അത് ഇമ്പോസിബിൾ അല്ലെന്നാ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇമ്പോസിബിൾ ആണെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറയത്തില്ല. അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ ഒരു പ്രത്യേകത ഏതാണ്? നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ഒരിക്കലും ദൈവം നമ്മളോട് ആവശ്യപ്പെടത്തില്ല. അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ എന്താണ്? എടുക്കാൻ വയ്യാത്ത ചില ചുമടാണ് നമുക്ക് തരുന്നുണ്ട്. അത് നമ്മൾ ഒരിക്കലും എടുക്കത്തില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഇവിടുത്തെ MNC ഒരു ടാർഗറ്റ് വെക്കുന്നത് പോലെ അങ്ങനെ ഒരു വലിയൊരു ടാർഗറ്റ് വെച്ചെങ്കിലേ അവന് അത്രയുമെങ്കിലും വരത്തുള്ളൂ എന്ന് വെച്ച് പറയുന്നതല്ല ഇത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ തീർച്ചയായും ദൈവം അത് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവനെ പോലെ ആവുക എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വരാതിരിക്കത്തക്ക നിലയിൽ നമ്മൾ യേശുവിനെ കുറിച്ചുള്ള വിശദ പഠനങ്ങൾ നടത്താനാണ് പലപ്പോഴും പരിശ്രമിക്കുന്നത്. ഒരുപക്ഷെ ക്രിസ്റ്റോളജി ഒരു സബ്ജക്റ്റായിട്ട് എടുത്ത് 1.5 മാസം നിങ്ങളെ പഠിപ്പിക്കാൻ ആൾ വന്നേക്കും. പക്ഷെ അങ്ങനെ 1.5 മാസം ക്രിസ്റ്റോളജി പഠിച്ചത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ, യേശുക്രിസ്തുവിന്റെ ഭാവം എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് അക്കമിട്ടെഴുതി മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതല്ല പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്? യേശുക്രിസ്തുവിനുള്ള ഭാവം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മനസ്സ്, യേശുവിന്റെ മനസ്സ് നമ്മിലേക്ക് ഇറക്കിക്കൊണ്ടുവരുവാനുള്ള വലിയ ഒരു ആഹ്വാനമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ജോലി തന്നെ യേശുവിനെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ ഒരു ആശയമാക്കുക എന്നുള്ളതാണ്. യേശു എന്നൊരു വ്യക്തി എന്ന നിലയിലല്ല നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. യേശു നമുക്കൊരു റിലീജിയസ് ഐഡിയ ആണ്. എവിടെ ചെന്നാലും, ഒരു ക്രൂസൈഡിൽ ചെന്നാൽ യേശു ഒരു റിലീജിയസ് ഐഡിയ ആണ്. എന്ത്? ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്കൊരു സക്സസ് വേണോ, അതിനുവേണ്ടി നിങ്ങൾക്ക് ആരെ പിടിച്ചാൽ മതി? യേശുവിനെ പിടിച്ചാൽ മതി. യേശു ഒരു സക്സസ് ഐഡിയ ആണ്. അതല്ല നമ്മൾ കുറച്ചുകൂടെ ആത്മീയരാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉപദേശമൊക്കെ പറയുന്ന ആളുകളാണെങ്കിൽ, യേശു നമുക്ക് ഒരു സാൽവേഷൻ ഐഡിയ ആണ്, ഒരു ഇക്വേഷനാണ്. സക്സസ് ഈസ് ഈക്വൽ ടു ജീസസ്, ഓർ സാൽവേഷൻ ഈസ് ഈക്വൽ ടു ജീസസ്. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഒരു നാമവും ഇല്ല എന്നുള്ള വാക്യം പറഞ്ഞ് ഒരാശയമാക്കി യേശുവിനെ വെക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷം.
പക്ഷെ യേശു ഒരു വ്യക്തിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്ന് നിന്നിട്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, കുഞ്ഞെ, ഞാൻ ഒരു സാൽവേഷൻ ഇക്വേഷൻ ഒന്നുമല്ല, അത് ഞാൻ രക്ഷിക്കുന്നത് വേറെ കാര്യം. പക്ഷെ ഞാൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന എന്താണ്? ഐ വോണ്ട് ടു സീ ദാറ്റ് യു ആർ ഇമിറ്റേറ്റിംഗ് മീ ആൻഡ് യു ആർ ബിക്കമിങ് ലൈക്ക് മീ. നീ എന്നെ പോലെ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു വന്ന് മുന്നേ വന്ന് നിൽക്കുകയാണ്. ഒരു വ്യക്തിയായിട്ട് യേശുവിനെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ഒരു യാഥാർത്ഥ്യമാകുമ്പോൾ മാത്രമേ നാം ദൈവം ഉദ്ദേശിക്കുന്ന ആത്മീയതയിലേക്ക് വളരത്തുള്ളൂ. നമ്മുടെ ഒരു വലിയ പ്രശ്നം, ഞാൻ തീർച്ചയായും വേദപുസ്തകത്തിന് നിർമ്മലമായ ഉപദേശങ്ങൾക്ക് വേണ്ടി വളരെയധികം നിലകൊള്ളുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഉപദേശങ്ങൾ മാത്രം പഠിച്ചതുകൊണ്ട് ഒരാൾ യേശുവിൻ്റെ സ്വഭാവമുള്ളവൻ ആയിത്തീരുകയില്ല. കർത്താവ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? നമ്മൾ അവനെ പോലെ ആയിത്തീരണം, അവനെ അനുകരിക്കണമെന്നുള്ളതാണ്. യേശു നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരു മാതൃകയാണ്. യേശുവിനെ പോലെ ആകാനായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് യേശു നിൽക്കുകയാണ്. അവനെ ഒരു വ്യക്തിയായിട്ട്, ഒരു യാഥാർത്ഥ്യമായിട്ട് അവൻ മനസ്സിലാക്കുക. മറ്റ് റിലീജിയനിൽ ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. മറ്റ് റിലീജിയനിൽ അതുപോലൊരു വ്യക്തിയില്ല. മറ്റ് റിലീജിയൻ എല്ലാം ആശയങ്ങളിൽ അധിഷ്ഠിതമാണ്. എന്നാൽ ക്രിസ്ത്യാനിത്വത്തിൽ ആശയം കൊണ്ട് അത് പൂർണ്ണമാകത്തില്ല. ഞാൻ പറയട്ടെ, ഒരാൾക്ക് മാർക്സിസ്റ്റ് ആകണമെങ്കിൽ കാൾ മാർക്സിനെ അവർക്ക് ആവശ്യമില്ല, മാർക്സിസം പഠിച്ചാൽ മതി. ഒരാൾക്ക് ബുദ്ധിസ്റ്റ് ആകണമെങ്കിൽ ബുദ്ധിസം അവൻ അറിഞ്ഞാൽ മതി, അവന് ബുദ്ധനെ ആവശ്യമില്ല. ഒരാൾക്ക് ഹിന്ദു ആകണമെങ്കിൽ അവരുടെ ദൈവങ്ങളൊന്നും അവർക്ക് അത്യാവശ്യമില്ല, അവർക്ക് അത് കാര്യങ്ങൾ പഠിച്ചാൽ മതി. പക്ഷേ വേദപുസ്തകം അരച്ചു കലക്കി പഠിച്ചാലും ഒരാൾക്ക് ക്രിസ്ത്യാനിയാകാൻ പറ്റത്തില്ല. പുതിയ നിയമം മുഴുവൻ കാണാൻ പഠിച്ചാലും ഒരാൾക്ക് ക്രിസ്ത്യാനിയാകാൻ പറ്റത്തില്ല. അതിന് യേശു എന്ന വ്യക്തി അത്യന്താപേക്ഷിതമാണ്. ആ വ്യക്തിയെ വ്യക്തിയായിട്ട് തിരിച്ചറിയണം, ആശയമായിട്ടല്ല. ഞാൻ ഒരിക്കലൊരു ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത്, ഇവിടെയല്ല മറ്റൊരു രാജ്യത്താണ്. അദ്ദേഹമായിട്ട് ഞാൻ ഒത്തിരി 2-3 മണിക്കൂർ സംസാരിച്ചു. അദ്ദേഹം എന്നെ കണ്ടത് ഒരു റിലീജിയസ് മാൻ എന്ന നിലയിലാണ്. ഞാൻ പറഞ്ഞു, ഐ എം എ ക്രിസ്ത്യൻ പ്രീസ്റ്റ്, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ. എന്നാൽ ഞാൻ പറഞ്ഞു, ബട്ട് നോ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റിലീജിയൻ ഒരു വിഷയമില്ല. ടു മീ ജീസസ് ഈസ് എ റിയാലിറ്റി. ഞാൻ യേശുവിൻ്റെ കൂടെ നടക്കുന്നു, യേശുവിനെ ഞാൻ തിരിച്ചറിയുന്നു, അനുഭവിക്കുന്നു, യേശുവിനെ തൊടുന്നു, യേശുവിനെ കേൾക്കുന്നു. ഈസ് സോ റിയൽ ടു മീ. ഈസ് നോട്ട് എ റിലീജിയസ് ഐഡിയ. നമ്മുടെ ഒരു വലിയ പ്രശ്നം, നമ്മളിൽ നല്ലൊരു ശതമാനം വിശ്വാസികളെന്ന് പറയുന്നവർക്ക് പോലും യേശു ഒരു റിലീജിയസ് ഐഡിയയാണ്. പലർക്കും ഒരു പെന്തക്കോസ് യേശുവുണ്ട്, ചിലർക്കൊരു മർത്തോമായ യേശുവുണ്ട്, ചിലർക്കൊരു കത്തോലിക്ക യേശുവുണ്ട്. പക്ഷേ ഒരാശയമായിട്ടാണ് അവർ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആശയമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് യേശുവിനെ മനസ്സുണ്ടാക്കാനായിട്ട് കഴിയത്തില്ല. യേശു എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറയുകയാണ്, നീ എന്നെ പോലെ ആകണം. അപ്പോൾ ഞാൻ യേശുവിനെ അറിഞ്ഞാലേ പറ്റുള്ളൂ. വേദപുസ്തകത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം കൺകോർഡൻസ് വെച്ച് കാണാതെ പഠിച്ചാലും പഠിക്കുന്നത് നല്ലതാണ്. പക്ഷെ പഠിച്ചാലും എനിക്ക് യേശുവിനെ പോലെ ആകാൻ കഴിയുകയില്ല. അപ്പൊ യേശുവിനെ പോലെ ആകണമെന്ന് പറയുന്നത് തന്നെ ഇന്നൊരു വലിയൊരു ദുരുപദേശമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. യേശുവിനെ പോലെ ആകണമെന്ന്, യേശു ജീവിച്ച പോലെ ജീവിക്കണമെന്ന്. യേശു ഭൂമി ജീവിച്ചപ്പം അവന് ജീവിച്ച പോലെ അവൻ യേശു അല്ലായിരുന്നു, അവൻ ദൈവമല്ലായിരുന്നു. യെസ്, ഹി വാസ് ഗാഡ്, ബട്ട് ഓൾസോ ഹി വാസ് മാൻ. യേശു ദൈവമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ യേശു നമ്മൾ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയെന്നാണ് വേദോസം പഠിപ്പിക്കുന്നത്. അവൻ അല്ലെങ്കിൽ നമുക്കൊരു മാതൃകയാകത്തില്ല. സ്വർഗത്തിലിരിക്കുന്നവനായ ഒരു യേശുവിനെ അനുകരിക്കാൻ ഒരു പക്ഷേ എനിക്ക് കഴിയത്തില്ലായിരിക്കും. കാര്യം ഞാൻ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഭൂമിയിൽ 2 കാലിൽ ചോരയും നീരുമുള്ളവനായി നടന്ന, പലസ്തീനിലൂടെ നടന്നവനായ യേശുവിനെ, ചരിത്രത്തിൽ ജീവിച്ചവനായ യേശുവിനെ ഞാൻ അനുകരിച്ചേ പറ്റൂ. അതിനുവേണ്ടിയാണ് അവൻ ഇറങ്ങി വന്നത്. അവൻ ഇറങ്ങി വന്നത് ഞാൻ അവനെ പോലെ ആകാൻ വേണ്ടിയാണ്. ഞാൻ അവനെ പോലെ ആകാൻ അവൻ എന്നെ പോലെ ആയി എന്നുള്ളതാണ്. എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ 2-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഏതൊക്കെ നിലയിൽ നമ്മളോട് ഐഡന്റിഫൈ ചെയ്തു എന്ന് പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ അതിൻ്റെ 14-ാം വാക്യത്തിൽ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെയൊക്കെയും. എന്തുകൊണ്ട് യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ജഡരക്തങ്ങളോട് കൂടിയവനായി, ശരീരത്തോടു കൂടിയവനായി? യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിന് ശേഷം സഭ വളർന്നു വന്നപ്പോൾ ആ കാലയളവിലെ ഒരു പ്രധാന ദുരുപദേശമായിരുന്നു യേശുവിന് ശരീരമില്ലായിരുന്നു എന്നുള്ളത്. അതിനവർ പറയാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി പാപമാണ്. അതാണ് അവരുടെ ചിന്ത. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മാറ്റർ, ഇല്ലേ? വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഗ്രീക്ക് ചിന്ത അനുസരിച്ച് വസ്തുക്കൾ പാപവും ആത്മാവ് വിശുദ്ധവുമാണ്. മാറ്റർ ഈസ് ബേസിക്കലി ഈവിൾ ആൻഡ് സോൾ ഈസ് ബേസിക്കലി ഡിവൈൻ. അതുകൊണ്ട് യേശുവിന്
പാപപൂർണമായ ഒരു ശരീരത്തിലേക്ക്, അല്ലെങ്കിൽ ശരീരം പാപം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി വസ്തുക്കൾ പാപമായതുകൊണ്ടാണ്, വസ്തുമയമായ ഒരു ശരീരത്തിലേക്ക് യേശുവിന് ഇറങ്ങി വരാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ യേശു എന്ത് ചെയ്തു? ഒരു ശരീരം പോലെ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ അവൻ ജീവിച്ചു. പക്ഷെ അവന് ശരീരം ഇല്ലായിരുന്നു. ഈ ചിന്താഗതിയെ തകർക്കുന്ന നിലയിലാണ്, അതിനുവേണ്ടിയാണ് വാസ്തവത്തിൽ യോഹന്നാൻ അവന്റെ ലേഖനങ്ങൾ എഴുതുന്നത്. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ ഞങ്ങൾ കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച്, അതായത് യോഹന്നാനോട് പറയാണ്, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ യേശു ഒരു ഫാൻഡം ഒന്നും അല്ലായിരുന്നു, മായാവിയായിട്ട് ഇങ്ങനെ നടക്കുകയൊന്നും അല്ലായിരുന്നു. ഞങ്ങൾ അവനെ തൊട്ടതാണ്, ഞാൻ അവന്റെ മാറോട് ചാരിയിരുന്നതാണ്, അവനെ ഞാൻ സ്പർശിച്ചതാണ്, എൻ്റെ കൈകൾ അവനെ സ്പർശിച്ചതാണ്, ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ട്, അവന് ശരീരം ഉണ്ടായിരുന്നു, അവന്റെ ശരീരത്തെ ഞാൻ സ്പർശിച്ചതാണ് എന്ന് തന്നെയല്ല. 1 യോഹന്നാൻ 4-ാം അധ്യായം വായിക്കുമ്പോഴത്തേക്ക് അവിടെ 2-ാമത്തെ വാക്യത്തിൽ, ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്ന് ഉള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. എന്താ അതിന്റെ അർത്ഥം? ഇവിടെ അവരോടാണ് പറയുന്നത്. ആര്? യേശുക്രിസ്തു ജഡത്തിൽ വന്നില്ല എന്ന് പറയുന്നത് പറയാണ്, അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. യേശുവിന് ജഡമുണ്ടായിരുന്നു, ഒരു ശരീരമുണ്ടായിരുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ, ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു, അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി. നമ്മളെ പോലെ തന്നെ മാംസവും രക്തവും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു യേശു. അതുകൊണ്ട് അവൻ ജീവിച്ചതുപോലെ ശരീരത്തിൽ ജീവിക്കാൻ നമുക്ക് ദൈവം അവകാശം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നമ്മിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. യേശുവിന് ശരീരം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അപ്പൊ നമ്മൾ തന്നെ പറയുന്നത്, അതുകൊണ്ട് യേശു ജീവിച്ചതുപോലെ ഈ ശരീരത്തിൽ എനിക്ക് ഒരു കാലത്തും ജീവിക്കാൻ കഴിയത്തില്ലെന്നാണ് നമ്മൾ തന്നെ ചിലപ്പോൾ എല്ലാ തോന്നിവാസങ്ങൾ കാണിച്ചിട്ടും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ജഡത്തിലല്ലയോ ബ്രദറെ നമ്മൾ ജീവിക്കുന്നത്. എന്തെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ ഓടി പറയുന്നൊരു വർത്തമാനം എന്ത്? ജഡത്തിലല്ലയോ ബ്രദറെ നമ്മൾ ജീവിക്കുന്നത്. ജഡത്തിലാണ്, ശരീരത്തിലാണ്, പക്ഷെ ജഡികരായി ജീവിക്കുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ജഡവും ശരീരവും വേദോസപ്രകാരം രണ്ടാണ്. നമ്മൾ ജഡീകരായിട്ടല്ല, പാപപ്രകൃതിയിൽ ജീവിക്കാനല്ല. കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ ശരീരത്തിൽ വിശുദ്ധമായി ജീവിക്കുവാനാണ്, യേശു ജീവിച്ചതുപോലെ ജീവിക്കുവാനാണ്. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, അത് വിശുദ്ധമാണ്. അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ ശരീരത്തിൽ തന്നെ നമുക്കൊരു മാതൃക കാണിച്ചു തന്നത്. യേശു ക്രിസ്തു ശരീരത്തിൽ വസിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മളെല്ലാവരും എന്നും എന്ത് പറഞ്ഞുകൊണ്ടിരുന്നേനെ? കർത്താവേ, നിനക്കിത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഞങ്ങൾ ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ നീക്കുമല്ലോ ഇതുവല്ലോ അറിയാമോ എന്ന് നമ്മളെല്ലാം ചോദിച്ചു പോയേനെ. പക്ഷെ അതിനൊരു അവസരം തരാത്ത രീതിയിൽ കർത്താവ് എന്ത് ചെയ്തു? പൂർണ്ണമായും തന്നെ അനുഗമിക്കുന്ന സകല വ്യക്തികളും അവനെ പോലെ ശരീരത്തിൽ ജീവിക്കേണ്ടതിന് എങ്ങനെ ശരീരത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാമെന്ന് അവൻ നമുക്ക് മാതൃക കാണിച്ചു തന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ തന്നെ ജഡരക്തങ്ങളോട് കൂടിയവനായി എന്ന് തന്നെയല്ല. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. നമ്മൾ ചിലപ്പോൾ പറയും, കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന വേദനകൾ, ഞാൻ അനുഭവിക്കുന്നതായ പ്രയാസങ്ങൾ, ഞാൻ അനുഭവിക്കുന്നതായ കഷ്ടങ്ങൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്നുള്ള നിലയിലാണ് നമ്മൾ പറയുന്നത്. പക്ഷേ കർത്താവ് എന്താണ്? കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി. ശരിക്കും ഈ വാക്യം വായിച്ചപ്പോൾ ആദ്യം എനിക്കൊരു ഭയങ്കര ഒരു കിടിലമായി പോയി. കാര്യം ഗോഡ് മെയ്ഡ് ജീസസ് പെർഫെക്റ്റ് ത്രൂ ഹിസ് സഫറിങ്സ് ആയിരിക്കുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, അതിന്റെ അർത്ഥം എന്താ? യേശു പൂർണ്ണനല്ലായിരുന്നു. ഗോഡ് മെയ്ഡ് ജീസസ് പെർഫെക്റ്റ്. യേശുവിനെ ദൈവം എന്താണ്? തികഞ്ഞവനാക്കി, അല്ലെങ്കിൽ പൂർണ്ണതയുള്ളവനാക്കി. എന്താണ് യേശു ക്രിസ്തുവിന്റെ അപൂർണത? എന്തായിരുന്നു? ദൈവികതയിൽ അവന് യാതൊരു അപൂർണതയുമില്ല. പക്ഷേ മാനുഷികതയിൽ മനുഷ്യരനുഭവിക്കുന്ന കഷ്ടങ്ങൾ അനുഭവിക്കുന്നില്ലെങ്കിൽ അവന്റെ മാനുഷിക ജഡാവതരണം കഷ്ടമില്ലാതെ ജീവിച്ചായിരുന്നെങ്കിൽ അത് അവന്റെ സഹോദരന്മാരോട് ഏകീഭവിക്കുന്നതിന് അവനൊരു തടസ്സമായി പോയേനേയും. അതുകൊണ്ട് മനുഷ്യരോട് ഒരാളോടും ഏകീഭവിക്കുവാൻ അവന് ബുദ്ധിമുട്ടുണ്ടാകാത്ത നിലയിൽ ദൈവം എന്ത് ചെയ്തു? കഷ്ടാനുഭവങ്ങളാൽ യേശുവിനെ തികഞ്ഞവനാക്കി.